ഇതുവരെ മാറുന്നില്ല ഒരു പഞ്ചായത്ത് ഓഫീസ് വാർഡ് 10 വർഷമായി CPM-ന്റെ കയ്യിലിരിക്കുന്ന വാർഡാണ് അത്. NDA പിടിച്ചെടുത്തിരിക്കുകയാണ്. അനിൽകുമാർ വി അവിടെ വിജയിച്ചിരിക്കുകയാണെന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി കൊല്ലം കോർപ്പറേഷനിൽ ഫലമറിഞ്ഞ 22 ഡിവിഷനുകളിൽ 13 UDF, LDF 4, NDA 5. കോർപ്പറേഷനിൽ LDF 3-ാം സ്ഥാനത്ത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നിലമ്പൂർ പ്രജിത്തിന്റെ സന്ദേശം വന്നിട്ടുണ്ട്. വി വിനീഷ് ചേരുകയാണ്. വിനീഷിനെ കണ്ടിട്ടുണ്ടോ? വിനീഷ്, എന്താണ് സൂചന? ഇനി എണ്ണാനുള്ള വാർഡുകൾ ഏത്? നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുന്നു. ഞാണ്ടൂർക്കോണം, കരുമം, ഇടവക്കോട് അടക്കം ഇടതുമുന്നണിയുടെ കയ്യിൽ നിന്ന് ചില സീറ്റുകൾ പിടിച്ചെടുക്കുന്നു. ഇതൊരു സൂചനയാണോ? ഇതാണോ ടേണിംഗ് പോയിന്റ്? വിനീഷ്, തീർച്ചയായിട്ടും CPI-യുടെയും CPM-ന്റെയും കയ്യിൽ നിൽക്കുന്ന വാർഡുകളാണ് പിടിച്ചെടുക്കുന്നത്. നമ്മോടൊപ്പം നിൽക്കുന്നത് എസ്റ്റേറ്റ് വാർഡിന്റെ വിജയിയായി നിൽക്കുന്നത് അഭിലാഷാണ്. കഴിഞ്ഞ തവണ 15 വോട്ടിനാണ് BJP ഇവിടെ പരാജയപ്പെട്ടത്. അവിടെ വിജയിച്ചു വന്നിരിക്കുന്നു. വിനീഷ് ഒരു നിമിഷം തുടരണം. വിനീഷ് ഒരു നിമിഷം തുടരണം. ഒരൊറ്റ വാർത്ത. ശാസ്തമംഗലം വാർഡിൽ മുൻ IPS ഓഫീസർ ശ്രീലേഖ ജയിച്ച വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശാസ്തമംഗലം വാർഡിൽ BJP-യുടെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ സിറ്റിംഗ് കൗൺസിലർ അവിടെ വനിതാ വാർഡായി മാറിയപ്പോൾ മധുസൂദനൻ നായർ കവടിയ വാർഡിലേക്ക് മാറുകയും പകരം ശ്രീലേഖ IPS അവിടെ മത്സരിക്കുകയും ചെയ്തു. ശ്രീലേഖ ജയിച്ചു എന്നുള്ള അപ്ഡേറ്റ് ആണ് വരുന്നത്. തുടരാം വിനീഷ്. തീർച്ചയായിട്ടും ശ്രീലേഖ IPS വിജയിച്ചു എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ലീഡ് നില സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. നേരത്തെ BJP-യുടെ സിറ്റിംഗ് സീറ്റായിരുന്നു ശാസ്തമംഗലം. അവിടെ BJP-യുടെ മധു ആയിരുന്നു അന്ന് ശാസ്തമംഗലത്തെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നത്. മധു ഇപ്പോൾ നേരിടുന്നത് ശബരിനാഥിനെയാണ്. അവിടെ ശബരിനാഥ് ലീഡ് ചെയ്യുന്നു എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഒപ്പം എടുത്തു പറയേണ്ടത് ശാസ്തമംഗലത്തെ BJP-യുടെ സിറ്റിംഗ് സീറ്റിൽ ശ്രീലേഖ IPS വിജയിച്ചിരിക്കുന്നു എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ 2015 ഒരു വോട്ടിന് നഷ്ടപ്പെട്ടിരുന്ന സീറ്റ് ഇപ്പോൾ അഭിലാഷ് വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 2020 ആയപ്പോൾ അത് BJP തിരിച്ചു പിടിച്ചു. വീണ്ടും അഭിലാഷിന് അന്ന് ഏൽക്കേണ്ടി വന്നത് ഒരു വോട്ടിനായിരുന്നു. 2015 അഭിലാഷ് തോറ്റത്. അതിനുശേഷം അഭിലാഷ് 2025 ആകുമ്പോൾ BJP വീണ്ടും തിരിച്ചു പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു? വലിയ സന്തോഷത്തിലാണ്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്? ഇപ്പോൾ 351 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. അന്ന് 2015 ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ എസ്റ്റേറ്റ് വാർഡിലെ ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചതാണ്. പക്ഷേ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കള്ള വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM അന്ന് ഒരു വോട്ടിന് വിജയിക്കാനിടയായത്. പക്ഷേ അതിനെ തുടർന്ന് 2020 വനിതാ വാർഡായ സമയത്ത് 294 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് നമ്മുടെ വനിതാ സ്ഥാനാർത്ഥി ജയിച്ചു. ഇപ്പോൾ വീണ്ടും ആ വാർഡ് നിലനിർത്താൻ വേണ്ടി സാധിച്ചു. എന്നെ അവിടുത്തെ ജനങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇപ്പോൾ അവർ ഒരു വോട്ടിന് പകരം 351 വോട്ട് ഭൂരിപക്ഷം നൽകിക്കൊണ്ട് നല്ലൊരു വിജയം നൽകിയിരിക്കുകയാണ്. എല്ലാ വോട്ടർമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ സഹപ്രവർത്തകർക്കും വിനീതമായി നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും വലിയ ആവേശം തന്നെയാണ് എസ്റ്റേറ്റ് വാർഡിലെ സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം 2015 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2015 ഒരു വോട്ടിന് താൻ പരാജയപ്പെട്ടു. അവിടെ പിന്നീട് 2020 BJP വിജയിക്കുന്നു. 2025 വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തി 300-ലധികം വോട്ടിന് അഭിലാഷ് വിജയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ശ്രീലേഖ IPS അടക്കമുള്ളവർ വിജയിച്ചു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായിരുന്നാലും BJP-യുടെ തേരോട്ടം തിരുവനന്തപുരം നഗരസഭയിലേക്ക് എത്തുമ്പോൾ പല സിറ്റിംഗ് സീറ്റുകൾ CPI-യുടെ കയ്യിലിരുന്ന ഞാണ്ടൂർക്കോണം വാർഡ് ഉൾപ്പെടെയുള്ളവ BJP ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. പല സ്ഥലത്തും BJP CPI-യുടെ സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് അമ്പലത്തറ വാർഡ് ഇപ്പോൾ BJP തിരിച്ചു പിടിച്ചിരിക്കുന്നു. അങ്ങനെ എന്ന് പറയുന്നുണ്ട് വിനീഷ്. മറ്റൊരു വിവരം കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് ശാലിനി തരുന്ന വിവരം കവടിയാർ വാർഡിൽ അല്ലെ വിനീഷിനെടുത്ത പ്രധാനപ്പെട്ട ഉത്തരം കൂടി നമുക്ക് വേണം. ഇനിയുള്ള പ്രധാനപ്പെട്ട ഡിവിഷനുകൾ ഏതൊക്കെയാണ് വിനീഷ് ഇനി പുറത്തു വരാനുള്ളത്? ഇനിയും BJP-യുടെ ശക്തമായ മേഖലകളാണ്. വട്ടിയൂർക്കാവ് ഇതുവരെയും എണ്ണിത്തുടങ്ങിയിട്ടില്ല. ഒപ്പം തന്നെ VV രാജേഷ് മത്സരിക്കുന്ന വാർഡ് എണ്ണിത്തുടങ്ങിയിട്ടില്ല. അങ്ങനെ നിരവധി വാർഡുകൾ BJP-യുടെ ശക്തി കേന്ദ്രങ്ങൾ ഇനിയും ചില മേഖലകൾ എണ്ണി തിട്ടപ്പെടുത്താനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഒപ്പം കോവളം നിയോജക മണ്ഡലത്തിലെ ചില വാർഡുകൾ എണ്ണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഫോർട്ട് വാർഡ്. കോവളം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ വസിക്കുന്ന ഫോർട്ട് വാർഡ് അടക്കം BJP ലീഡ് ചെയ്യുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ പകുതി ഭാഗം മാത്രമാണ് എണ്ണി തീർന്നിട്ടുള്ളത്. ഇനിയും പകുതി എണ്ണാനുണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ആദ്യഘട്ടത്തിൽ കഴക്കൂട്ടം സൈനിക വാർഡിൽ
BJP സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏകദേശം 1500-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ അവിടെ CPM ലീഡ് ചെയ്യുന്നു എന്ന് സംബന്ധിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്നാൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു, സൈനിക വാർഡിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. അങ്ങനെ നേരത്തെ ഇപ്പോൾ പുതുതായി രൂപീകരിച്ച ചില വാർഡുകളുണ്ട്, പേരുകൾ മാറ്റി രൂപീകരിച്ച വാർഡുകളിലും BJPയുടെ തേരോട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, വെട്ടിക്കീറിയത് പ്രത്യേകിച്ച് ഈ വാർഡുകൾ വിഭജിച്ചത് തന്നെ വിനീഷ് തുടരുക. വിനീഷിലേക്ക് തിരിച്ചെത്താം.